ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ചുരി ബോട്ടം പാൻറ്റ് കട്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് ട്രയാങ്കിൾ രൂപത്തിൽ വീണ്ടും മടക്കിയിട്ടേക്കാണ്. അങ്ങനെ കോണോട് കോൺ. ഇനി നമ്മൾ അതിൻ്റെ അളവാണ് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ഇറക്കമാണ്. ഇറക്കമെന്ന് പറയുന്നത് 36 ഇഞ്ചാണ്. ഈ 36 ഇഞ്ചിൻ്റെ കൂടെ നമ്മളൊരു 5 ഇഞ്ച് കൂട്ടണം. അപ്പം 41 ഇഞ്ച് കിട്ടും. അതെല്ലാവർക്കും അതങ്ങനെ കൂട്ടാം. അന്നേരം 5 ഇഞ്ച് കൂട്ടുമ്പം 41 കിട്ടും. അതിൽ നിന്ന് നമ്മൾ മുകൾ ഭാഗത്തിന് വേണ്ടി ഒരു 8 ഇഞ്ച് മാറ്റി വെക്കണം. ബാക്കി 36ൻ്റെ കൂടെ 5 കൂട്ടും 41 കിട്ടും. അതിൽ നിന്ന് 8 ഇഞ്ച് കുറയ്ക്കുമ്പം 33 ഇഞ്ച്. അതാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അതങ്ങനെ അവിടുന്ന് അടയാളപ്പെടുത്തുന്നു 33 ഇഞ്ച്. ഇനി നമ്മൾ അവിടെ നിന്നും ഈ പാൻറ്റിൻ്റെ ചുരുക്കിന് വേണ്ടി ഒരു 8 ഇഞ്ചും കൂടി അടയാളപ്പെടുത്തുന്നു. അപ്പം 36ഉം 33 8ഉം വീണ്ടും 41 ഇഞ്ച് അത്രയും ഇറക്കം അടയാളപ്പെടുത്തുന്നു. 8 10 ഇഞ്ച് ചുരുക്കത്തിനനുസരിച്ച് നമുക്ക് കൂട്ടാം. അപ്പോൾ അങ്ങനെ അത് അടയാളപ്പെടുത്തി. ഇനി നമ്മൾ ചെയ്യേണ്ടത് പാദത്തിൻ്റെ വണ്ണമാണ്. കാലിൻ്റെ പാദവണ്ണം, ബോട്ടം. അതിന് ഒരു 5.5 ഇഞ്ചാണ് ബോട്ടം. അപ്പോൾ 1 ഇഞ്ച് കൂടെ ലൂസ് ഇട്ട് 6.5 അല്ലെങ്കിൽ 7 ഇഞ്ച് വണ്ണം കാലിൻ്റെ ബോട്ടം ലൂസ് അടയാളപ്പെടുത്താം. ഞാനിവിടെ 7 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് നമ്മൾ ആ 8 ഇഞ്ച് എടുത്ത ആ മേൽഭാഗത്തും ആ 33 ഇഞ്ചിൻ്റെ എൻഡിലും ആ 7 ഇഞ്ച് അടയാളപ്പെടുത്തണം. അത് തുല്യമായിരിക്കണം. എന്നാൽ ചുരുങ്ങുന്നതിന് വേണ്ടി മാത്രമാണ്, ചുരുക്കി കിടക്കാൻ മാത്രമാണ് അവിടെ വണ്ണം. പിന്നെ ഇനി നമ്മൾ വണ്ണം, വേസ്റ്റ് വണ്ണമാണ്. വേസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് 35ആണ്. അതിൻ്റെ കൂടെ 10 ഇഞ്ച് കൂട്ടും. അപ്പോൾ ഈ 10 ഇഞ്ച് കൂട്ടുമ്പോൾ 45 ഇഞ്ച് കിട്ടും. ഈ 45 ഇഞ്ചിനെ 4 ഭാഗിക്കുക. അപ്പം 11.25 ഇഞ്ച്. ഇപ്പം 11.25 ഇഞ്ച് കിട്ടി. ഈ 11.25 ഇഞ്ചിൻ്റെ കൂടെ 11.25 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തും. ഇതിൻ്റെ കൂടെ അല്ല, അതിൻ്റെ അവിടെ നമ്മൾ അടയാളപ്പെടുത്തും. എന്നിട്ടൊരു 3 ഇഞ്ച് കൂടെ പ്ലീറ്റ് ഇടുന്നതിന് വേണ്ടി, ചെറിയ ലൂസിന് വേണ്ടി പ്ലീറ്റ് ഇടാൻ അവിടെ അടയാളപ്പെടുത്തും. 11.25 3 14.25 ഇഞ്ച് അവിടെ കിട്ടും. എന്നിട്ട് അവിടുന്ന് താഴോട്ടൊരു 9 ഇഞ്ച് അടയാളപ്പെടുത്തും. ഈ 9 ഇഞ്ച് നമ്മൾ ഇവിടെ 11.25 3 14.25 അടയാളപ്പെടുത്തുമ്പോൾ ആ 9 ഇഞ്ച് അടയാളപ്പെടുത്തുമ്പോൾ ആ 9 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൻ്റെ എൻഡിൽ 1 ഇഞ്ച് കൂടെ കൂട്ടി 15.25 ഇഞ്ച് അടയാളപ്പെടുത്തണം. അവിടെ മേളിൽ 14.25, താഴെ അവിടെ 9 ഇഞ്ച്, അവിടെ 15.25. എന്നിട്ട് നമ്മൾ താഴോട്ട് അവിടെ നിന്നും ആ ബോട്ടം ഭാഗത്തേക്ക് ഷേപ്പിലങ്ങ് വരയ്ക്കണം. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അവിടെ ഈ ഭാഗത്ത് കുറേ തുണി ചേർപ്പ് വരും. ഈ ചുരി ബോട്ടം പാൻറ്റിന് എപ്പോൾ കട്ട് ചെയ്താലും അതിന് ചേർപ്പുണ്ടായിരിക്കും. അപ്പം അവിടെ ഇങ്ങനെ നമ്മൾ അത് ചേർപ്പ് വരുത്തണം. ആ 14.25 15 കിട്ടണ്ടേ അതിന്. എന്നിട്ട് ഇതിനായിട്ട് ഒരു തുണിയെടുത്ത് 4 എണ്ണം വേണം. 4 പീസ് 4 നമ്മൾ മടക്കിയിട്ടേക്കുന്നത്. അതിൻ്റെ ഓരോന്നിനും ഓരോ പീസായിട്ട് അങ്ങനെ 4 പീസ് എന്നിട്ട് ഇവിടെ വെച്ച് കൊടുത്ത് തയ്ച്ചെടുക്കണം ഇതേപോലെ. എന്നിട്ട് അത് അളവെടുത്ത് കറക്റ്റ് അളവ് ചേർത്ത് തയ്ച്ചതിന് ശേഷം കറക്റ്റ് അളവാക്കിയിട്ട് അത് കട്ട് ചെയ്ത് എടുക്കണം. അതിൻ്റെ വേസ്റ്റെല്ലാം കട്ട് ചെയ്ത് കളയണം. ഞാൻ 4 ഭാഗം അങ്ങനെ വെച്ച് തയ്ച്ചെടുക്കും. അപ്പം നമ്മൾ ആ താഴെ ഭാഗം മൊത്തം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം നമ്മളൊരു 8 ഇഞ്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഭാഗമാണ് ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടി ഒരു തുണി എടുത്ത് നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ആ തുണിയുടെ ഇറക്കം എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. 8 ഇഞ്ച് ഇറക്കം, 8 ഇഞ്ച്.
ആ 8 ഇഞ്ച് നമ്മൾ എടുക്കുന്നു. ആ 8 ഇഞ്ച് ഇറക്കത്തിന് വേണ്ടി എടുക്കും. എന്നിട്ട് പിന്നെ വേസ്റ്റ് വണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ 35 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 8 ഇഞ്ച് ഇപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തുന്നു. തുണി 4ആയിട്ടാണ് മടക്കിയിട്ടേക്കുന്നത്. തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ട് 8 ഇഞ്ച് എടുത്ത് എന്നിട്ട് അത് അവിടെ അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് വണ്ണം ഇറക്കം 8 ഇഞ്ച്. ഇനി വണ്ണം എന്ന് പറയുന്നത് 35 ഇഞ്ചായിരുന്നു. അതിൻ്റെ കൂടെ 10 ഇഞ്ച് കൂട്ടി 45ആയി. ആ 45-ന്ന് 4ആയിട്ട് ഭാഗിക്കുമ്പോൾ 11.25 ഇഞ്ച് കിട്ടും. അതാണ് അതിൻ്റെ വീതി. ആ 4ആയിട്ട് മടക്കുമ്പോൾ 11.25 ഇഞ്ച്. ഇപ്പോൾ 8 ഇഞ്ച് ഇറക്കം, പിന്നെ 11.25 ഇഞ്ച് വീതി. ഇതാണ് ഈ മുകൾ ഭാഗത്തിന് കട്ട് ചെയ്യാൻ എടുക്കുന്നത് 4ആയിട്ട്. അത് ഒറ്റ ഭാഗമായിട്ട് തുണി കിട്ടുന്ന തുണിയാണെങ്കിൽ അത് 45 ഇഞ്ച് തന്നെ വീതി ഇരിഞ്ഞെടുക്കാം. നീളം അവിടെയും നീളം 8 ഇഞ്ചായിരിക്കണം. അത് ഒരു പീസായിട്ട് കട്ട് ചെയ്യാൻ 2 പീസ്. നമുക്ക് തുണി കിട്ടുന്ന ലെവൽ അനുസരിച്ചായിരിക്കണം. അതിപ്പം 2ആയിട്ടാണ് എനിക്ക് കിട്ടുന്നത്. 11.25 2 22.5 ഇഞ്ച് വീതം 2 തുണിയാണ്. അപ്പം നമ്മളിവിടെ കട്ട് ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സ്റ്റിച്ചുമായി അടുത്ത വീഡിയോ.